Hi dears, hearty welcome to today's class. Let's have a short time. വിശുദ്ധിയിലെ ജ്ഞാനത്തിലെ വിശ്വാസത്തിൽ കൂടുതൽ വളരാൻ ആഴപ്പെടാൻ ആവശ്യമായിട്ടുള്ള ബോധ്യങ്ങൾ, സാഹചര്യങ്ങൾ, ബന്ധങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതങ്ങളിലെ തേജസ്വിയായി മാറട്ടെ. മദ്യപാനം, മയക്കുമരുന്ന്, ലൈംഗിക ആസക്തികളിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അതുവഴി കുടുംബങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കണമേ. ആമേൻ. How are you? Okay dear students, today we are going to discuss a very interesting, very important, a royal discovery that was held in 20th century. ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 20ാം നൂറ്റാണ്ടിൽ നടന്ന വിപ്ലവകരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തത്തെ കുറിച്ചാണ്. That is considered as a royal discovery in 20th century. 20ാം നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും റോയൽ ആയിട്ടുള്ള ഒരു ഡിസ്കവറി എന്നാണ് ഈ കണ്ടുപിടുത്തത്തെ അറിയപ്പെടുന്നത്. It made possible a lot of applications in biological sciences, especially forensic science, the biotechnology, the medical science, etc. ഇപ്പോൾ നോക്കിയേ, മെഡിക്കൽ സയൻസിൽ, ഫോറൻസിക് സയൻസിൽ, ബയോടെക്നോളജിയിൽ വലിയ 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 ആപ്ലിക്കേഷൻ സാധ്യമാക്കിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കവറിയെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അതൊരു ടെക്നിക്കാണ് ശരിക്കും. ആ ടെക്നിക്കിന്റെ പേരാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞേ വിളിച്ചേ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. നമുക്ക് ബയോടെക്നോളജിയിൽ എന്താണ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ ഒരു ജീനിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെക്ടേഴ്സിനെ അല്ല ഉപയോഗിക്കുന്നത്. Now we have this royal technique by which we can amplify the desired genes or the important part of the DNA into millions and billions of copies within a short span of time. അതാണ് ഈ ഒരു ടെക്നിക്കിന്റെ പ്രത്യേകത. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ, സെക്കൻഡുകൾ കൊണ്ട്, മിനിറ്റുകൾ കൊണ്ട് മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് കോപ്പീസ് ഓഫ് ഡിസൈഡ് ജീൻസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതൊരു ഇൻവിട്രോ കണ്ടീഷനിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ജീവജാലങ്ങൾക്ക് പുറമെ ഒരു ഡിസൈഡ് ജീനിന്റെ അനേകായിരം ലക്ഷക്കണക്കിന് കോപ്പീസ് വളരെ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ടെക്നിക്കാണ്, വണ്ടർഫുൾ ടെക്നിക്കാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്കവറി നടന്നത് 1983-ലാണ്. 1983. നിങ്ങൾക്ക് മോണിറ്ററിൽ ഇത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ ഫോട്ടോ കാണാം. ആരാണ് കണ്ടുപിടിച്ചത്? കാരി മുള്ളിസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. സയന്റിസ്റ്റ് മറക്കരുത്. ആരാണ്? കാരി മുള്ളിസ്. ഇന്ന് മാത്രമല്ല, ഈ ഒരു വർക്കിന് അദ്ദേഹത്തിന് 1993-ലെ 1993-ലെ നൊബേൽ പ്രൈസ്. ഇപ്പൊ ക്രിമിനോളജിയില്, പേരന്റ് ഡിസ്പ്യൂട്ടില്, അതേപോലെ തന്നെ പാത്തോജൻസിന്റെ ഡിറ്റക്ഷന്, ഡിസീസസ് ഡയഗ്നോസിനൊക്കെ ഇന്ന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കായിട്ട് PCR ഓർ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ മാറിയിട്ടുണ്ട്. ദിസ് ഈസ് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ ടു പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അപ്പൊ എന്തൊക്കെ മനസ്സിലായി നിങ്ങൾക്ക്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത് കാരി മുള്ളിസ് 1983-ല് ഇൻവെന്റ് ചെയ്ത ഒരു ടെക്നിക്കാണ്. ഇനി ഈ ടെക്നിക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്കൊരു ഡെഫിനിഷൻ ആയിട്ട് വേണമെങ്കിൽ PCR എന്താണെന്ന് ഒന്ന് എഴുതിയെടുത്തോളൂ. ഓർഡറുണ്ട്. എന്താണ് PCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ ടെക്നിക് ടു ആംപ്ലിഫൈ ദ ഡിസൈഡ് ജീൻ ഓർ പാർട്ട് ഓഫ് DNA into millions and billions of copies within a short span of time. മനസ്സിലായോ? എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം PCR? Polymerase chain reaction is a technique used to
ആംപ്ലിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അനേകായിരം മൾട്ടിപ്പിൾ കോപ്പീസ് ആയിട്ട് വർദ്ധിപ്പിക്കാനായിട്ട്. അതാണ് ആംപ്ലിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ഹ്യൂജ് നമ്പർ ഓഫ് copies of desired genes or DNA part that can be made by this technique. ക്ലിയർ ആണല്ലോ? ഇനി ഈ ടെക്നിക്കിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായത് അതിലേക്ക് നമ്മൾ പോവാണ്. റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് ദാറ്റ് ഈസ് നീഡഡ് ഇൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരിക്കുക. എന്തൊക്കെ റിക്വയർമെന്റ് ആണ് വേണ്ടത്? ഒന്ന്, നമുക്കറിയാം ടാർഗറ്റ് DNA, അതായത് ഏത് DNA പാർട്ടാണോ അല്ലെങ്കിൽ ഏത് ജീനാണോ നമുക്ക് ആംപ്ലിഫൈ ചെയ്യേണ്ടത് ആ DNA പാർട്ട് വേണം. ഓക്കെ. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൈമർ ആവശ്യമാണ്. എന്താണ് പ്രൈമർ? പ്രൈമർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ പ്രൈമർ എന്ന് പറയുന്നത് ഒലിഗോ ന്യൂക്ലിയോടൈഡ്സ് ആണ്. ഒലിഗോ ന്യൂക്ലിയോടൈഡ്സ് എന്താണ് ഒലിഗോ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഷോർട്ട് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. ഇപ്പൊ ഷോർട്ട് സീക്വൻസസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആണ് ഈ പ്രൈമർ എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി കോംപ്ലിമെന്ററി ടു ദ DNA. യൂഷ്വലി രണ്ട് തരത്തിലുള്ള പ്രൈമേഴ്സ് കാണാം. നമുക്ക് ഒന്നെങ്കിൽ DNA പ്രൈമർ കാണും, അല്ലെങ്കിൽ RNA പ്രൈമർ കാണും. ഇതിലെ വേറെ പ്രത്യേകത, പ്രൈമേഴ്സ് എപ്പോഴും സിംഗിൾ സ്ട്രാൻഡഡ് ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇതൊരു DNA ഒരു പാർട്ടാണെന്ന് വിചാരിക്കും. ATGCT ഇങ്ങനെയുള്ള ഒരു പാർട്ടാണെന്ന് വിചാരിക്കും. അപ്പൊ ഈ DNA പാർട്ടിന് DNA ഇങ്ങനെ ഒരു 1000 ന്യൂക്ലിയോടൈഡ്സ് ഉള്ള ഒരു DNA ആണെന്ന് വിചാരിക്കുക. 1000 ന്യൂക്ലിയോടൈഡ്സ് ഉള്ളത്. അപ്പൊ ഇവിടെ തുടങ്ങുന്നത് ATGCTയിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഈ DNA പാർട്ടിന് സീക്വൻസിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു സിംഗിൾ സ്ട്രാൻഡഡ് DNA. ഇപ്പൊ ഇത് ഇങ്ങനെ ഇല്ല. ഇവിടെ T ആയിരിക്കും, ഇവിടെ A ആയിരിക്കും, ഇവിടെ C ആയിരിക്കും, ഇവിടെ G ആയിരിക്കും, ഇവിടെ A ആയിരിക്കും. ഇപ്പൊ ഇങ്ങനെ ഉള്ള 5' to 3'. ഇപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള ഒരു കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. കാരണം A that can pair with T, അല്ലെ? T that can pair with A, then again G that can pair with C, then C that can pair with G, and T that can pair with A. Then it can initiate the DNA synthesis in 5' to 3' orientation. ഈ ഓറിയന്റേഷനിൽ DNA സിന്തസിസ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഒരു പാർട്ട് നമുക്ക് ആവശ്യമാണ്. ടു ഇനിഷ്യേറ്റ് DNA സിന്തസിസ് ഇൻ 5' to 3' ഓറിയന്റേഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒലിഗോ ന്യൂക്ലിയോടൈഡ്സിന് അല്ലെ ഷോർട്ട് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സിന് ദാറ്റ് വിൽ ബി കോംപ്ലിമെന്ററി ടു ദി DNA പാർട്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമർ. ഇവിടെ നമ്മൾ PCR-ല് 2 പ്രൈമേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. 2 പ്രൈമേഴ്സ്, അതായത് 2 സ്ട്രാൻഡിലും ഓപ്പോസിറ്റ് ഓറിയന്റേഷനിൽ, ഒന്ന് ഫോർവേഡ് പ്രൈമർ എന്നും പറയും, ഒന്ന് റിവേഴ്സ് പ്രൈമർ എന്നും പറയും. അപ്പോൾ നോക്കിയ കമ്പോണൻസിൽ ഒന്ന് ടാർഗറ്റ് DNA വേണം, 2 പ്രൈമേഴ്സ് വേണം. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം മോണിറ്റർ ശ്രദ്ധിച്ചോളുക, അത് DNA പോളിമറൈസ് എൻസൈം. ഇവിടുത്തെ DNA പോളിമറൈസ് എൻസൈമിന് ഒരു പ്രത്യേകത, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ എടുത്തണം കേട്ടോ. ഈ DNA പോളിമറൈസ് എൻസൈമിന് നമ്മൾ വിളിക്കുന്ന പേര് ടാക് പോളിമറൈസ് എൻസൈം എന്നാണ്. എന്താണ്? ടാക് പോളിമറൈസ് എൻസൈം. ടാക് പോളിമറൈസ് എൻസൈം. This is a DNA polymerase enzyme that is needed for the elongation or needed for the synthesis of DNA. അത് നമ്മൾ ഇതിന്റെ പ്രൊസീജിയറിലേക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. ഈ ടാഗ് നിങ്ങൾ പഠിക്കണം. എന്താണ് ഇത്?
ഇതിന്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ടി സ്റ്റാൻഡ്സ് ഫോർ തെർമസ്. ടി സ്റ്റാൻഡ്സ് ഫോർ തെർമസ്. മോണിറ്ററിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. തെർമസ്. AQ എന്ന് പറയുന്നത് അക്വാട്ടിക്കസ്. അക്വാട്ടിക്കസ്. ഇത് ഒരു ബാക്ടീരിയത്തിന്റെ പേരാണ്. എന്താണ് ആ ബാക്ടീരിയത്തിന്റെ പേര്? തെർമസ് അക്വാട്ടിക്കസ്. വിളിച്ചേ, തെർമസ് അക്വാട്ടിക്കസ്. ഈ ബാക്ടീരിയത്തിന് ഒരു പ്രത്യേകത, ഇതൊരു തെർമോസ്റ്റേബിൾ ബാക്ടീരിയ that can survive in very high temperatures. വലിയ ഊഷ്മാവില് സർവൈവ് ചെയ്യാനായിട്ട് പറ്റുന്ന തെർമോഫിലിക് ആയിട്ടുള്ള, ടെമ്പറേച്ചർ ലവിങ് ആയിട്ടുള്ള ബാക്ടീരിയയാണ് തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബാക്ടീരിയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞത്, ഇതൊരു തെർമോഫിലിക് ബാക്ടീരിയ ആണ്. that is usually present in hydrothermal vents. ഇത് ആദ്യം തന്നെ ഡിസ്കവർ ചെയ്ത് 1969 യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലാണ് ഇത് ആദ്യമായിട്ട് കണ്ടത്. അവിടുത്തെ വളരെ ഹോട്ടായിട്ടുള്ള ഹൈഡ്രോതെർമൽ വെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അക്വാട്ടിക് സിസ്റ്റത്തിൽ ഓഷ്യനിൽ ഏകദേശം 5 കിലോമീറ്റർക്ക് താഴെ ഈ വോൾക്കാനോസ് ഒക്കെ വരുന്ന ആ എന്താ പറയുക ഡീപ് ഫിഷറിൽ നിന്ന് വരുന്ന ആ വെള്ളം ഭയങ്കര ചൂടുള്ളതാണ്. അവിടെ അധിവസിക്കാനായിട്ട് പറ്റുന്ന ബാക്ടീരിയകളാണ് ശരിക്കും ഈ തെർമസ് അക്വാട്ടിക്കസ് ബാക്ടീരിയം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ബാക്ടീരിയത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു എൻസൈമാണ് നമ്മൾ ഈ PCR ടെക്നിക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. ആ എൻസൈമിന്റെ പേരാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ വിളിച്ചത് ടാക്ക് പോളിമറൈസ് എൻസൈം. ടാക്ക് പോളിമറൈസ് എൻസൈം. ഈ ടാക്ക് പോളിമറൈസ് എൻസൈമിന്റെ പ്രത്യേകത എന്താണ്? This is a thermostable enzyme. തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു DNA പോളിമറൈസ് എൻസൈമാണ്. DNA പോളിമറൈസ് എൻസൈമാണ്. അപ്പോൾ തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന തെർമോഫിലിക് ആയിട്ടുള്ള ഹൈഡ്രോതെർമൽ വെൻസില് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ടീരിയയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത ഒരു എൻസൈമാണ് ടാക്ക് പോളിമറൈസ് എൻസൈം. This is considered as a thermostable DNA polymerase enzyme that can be used in polymerase chain reaction. എന്താണ് ഈ തെർമോസ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാലും എൻസൈം ഡീനേച്ചേർഡ് ആവില്ല. നമുക്കറിയാം സാധാരണ രീതിയിൽ ഹൈ ടെമ്പറേച്ചറിൽ ഈ എൻസൈംസ് ഡീനേച്ചേർഡ് ആയിട്ട് മിക്കവാറും എൻസൈംസ് ഒക്കെ പ്രോട്ടീൻസ് ആണ്. അപ്പോൾ ഒരു ഒപ്റ്റിമൽ ടെമ്പറേച്ചറിൽ കൂടി കഴിഞ്ഞാൽ ഒരു 40 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എൻസൈം ഡീനേച്ചേർഡ് ആകും. അപ്പോൾ പിന്നെ ആ പ്രോസസ് നടക്കുക. പക്ഷെ ഇവിടെ 80 ഡിഗ്രി സെൽഷ്യസിലും 90 ഡിഗ്രി സെൽഷ്യസിലും 100 ഡിഗ്രി സെൽഷ്യസിലും ഒക്കെ ഡീനേച്ചേർഡ് ആകാത്ത ഒരു എൻസൈമാണ് ടാക്ക് പോളിമറൈസ് എൻസൈം. എന്തുകൊണ്ടാണ് ഈ ഒരു ടെക്നിക്കിന് നമ്മൾ ഇതുപോലത്തെ തെർമോസ്റ്റേബിൾ പോളിമറൈസ് എൻസൈം ആവശ്യമായിട്ട് വരുന്നത്? അത് പിന്നീട് നമ്മൾ അതിന്റെ പ്രോസസ്സിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണും. അവിടെ ഇതൊരു ടെമ്പറേച്ചർ റെഗുലേറ്റഡ് പ്രോസസ് ആണ്. പിന്നീട് നമ്മൾ അതിന്റെ ടെമ്പറേച്ചർ പ്രൊഫൈലൊക്കെ ഞാൻ പറയും. അതായത് ആദ്യമേ തന്നെ അതിന്റെ ഒരു ഡീനേച്ചറേഷൻ ഓഫ് ദി ഡബിൾ സ്റ്റാൻഡേർഡ് DNA that is possible when it is exposed to 94 degrees Celsius. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ എക്സ്പോസ് ചെയ്യുമ്പോഴത്തേക്കും ഈ DNA കിടക്കുന്ന ഹൈഡ്രജൻ ബോൺസ് ബ്രേക്ക് ചെയ്തിട്ട് അത് 2 സിംഗിൾ സ്ട്രാൻഡ്സ് ആയിട്ട് മാറും. That process is called what is known as denaturation. അതാണ് ഫസ്റ്റ് പ്രോസസ് ഇൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ക്ലിയർ ആണോ? ഇനി രണ്ടാമത് നമുക്ക് അതിലെ പ്രൈമർ ജോയിൻ ചെയ്യിക്കണം. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് അനീലിംഗ് എന്ന് പറയുന്നത്. ആ അനീലിംഗ് നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ കുറച്ചു കൊടുക്കണം. ഒരു 50 to 60 ഡിഗ്രി അല്ലെങ്കിൽ 55 to 60 ഡിഗ്രി സെൽഷ്യസിലാണ് ആ ഒരു പ്രോസസ്, അനീലിംഗ് പ്രോസസ് നടക്കുന്നത്.
വീണ്ടും ഇതിന്റെ എക്സ്റ്റൻഷനിലേക്ക് പോയി കഴിയുമ്പോൾ ഈ ഒരു പ്രോസസ് 72 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ, ദിസ് ഈസ് ദ ടാർഗറ്റ് DNA. അപ്പൊ ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഇവിടെ നമ്മൾ ദിസ് വിൽ ബി ട്രീറ്റഡ് ഇൻ ദി ടെമ്പറേച്ചർ 94 ഡിഗ്രി സെൽഷ്യസ്. സോ വാട്ട് ഹാപ്പൻസ്, ആസ് ഐ ഹാവ് മെൻഷൻഡ്, ഡിനേച്ചറേഷൻ സംഭവിക്കും. ഇവിടെയുള്ള ഹൈഡ്രജൻ ബോണ്ട്സ് ബ്രേക്ക് ചെയ്തിട്ട് ഇത് 2 സ്ട്രാൻഡ്സ് ആയിട്ട് മാറും. 5 പ്രൈം ടു 3 പ്രൈം ഇങ്ങനെ ഒരു സ്ട്രാൻഡ് അല്ലേ. പിന്നെ 5 പ്രൈം ടു 3 പ്രൈം ഇങ്ങനെ ഒരു സ്ട്രാൻഡ്. ശരിയാണോ? ഇതാണ് ഡീനേച്ചറേഷൻ എന്ന് പറയുന്ന പ്രോസസ്. ക്ലിയർ ആണോ? But denaturation means it is the first process in PCR in which the double-stranded DNA splits into 2 single-stranded DNAs in the temperature 94 degrees Celsius. ഇതാണ് denaturation എന്ന് പറയുന്നത്. This is followed by the second step. The second step is called annealing. സെക്കൻഡ് സ്റ്റെപ്പിന് പറയുന്ന പേരെന്താണ്? അനീലിംഗ്. ഞാൻ ഇവിടെ ഒന്ന് വായിക്കാൻ പോകാം കേട്ടോ, ശ്രദ്ധിച്ചോളാം. അടുത്ത പ്രോസസ്സിലേക്ക് നിങ്ങൾ പോവാണ്. എഴുതിയെടുത്തോളൂ, അനീലിംഗ്. ഈ അനീലിംഗ് ഏതുമായിട്ടാണ് നടക്കുന്നത്? അനീലിംഗ് മീൻസ് ജോയിനിങ് അല്ലെ. ജോയിനിങ് ഏതുമായിട്ട് നടക്കുന്നത്? പ്രൈമേറ്റ്സ് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ അനീലിംഗില് ഇത് നമുക്ക് ഇതാണ് നമ്മുടെ റിസൾട്ട് അല്ലെ. ഡീനേച്ചറേഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഇത്രയും കൂടെ ഒന്ന് മുകളിലേക്ക് വരയ്ക്കുകയാണ്. ഓക്കെ, So 5 prime to 3 prime orientation ആണ്. Single stranded DNA. Okay, this is another strand, the second strand, that is the 5 prime to 3 prime orientation. This is the second strand. ഇതാണ് നമ്മുടെ ഡീനേച്ചറേഷന്റെ റിസൾട്ട്. ഇനി ഇവിടെ അനീലിംഗ് നടക്കുകയാണ്. അനീലിംഗ് വിത്ത് ദ പ്രൈമേറ്റ്സ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഷോർട്ട് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് പ്രൈമറാണ്. ദിസ് ഈസ് ദ 5 പ്രൈം ടു 3 പ്രൈം. ഇതൊരു പ്രൈമറാണ്. പ്രൈമർ അനീലിംഗ്. അതേപോലെ തന്നെ ഇവിടെയും ഒരു പ്രൈമർ അനീലിംഗാണ്. Five prime to 3 prime. This is also a prime. എപ്പോഴും DNA സിന്തസിസ് നടക്കുന്ന എങ്ങോട്ടായിരിക്കും? എപ്പോഴും നടക്കുന്ന 5 പ്രൈം ടു 3 പ്രൈം ഓറിയന്റേഷനിലായിരിക്കും DNA സിന്തസിസ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ 2 തരത്തിലുള്ള പ്രൈമേഴ്സ് ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ഫോർവേഡ് പ്രൈമറും ഒന്ന് റിവേഴ്സ് പ്രൈമറും. അപ്പൊ ഈ 2 ഓറിയന്റേഷനിലും ഈ പ്രൈമർ ജോയിൻ ചെയ്തു. ദിസ് ഈസ് കോൾഡ് വാട്ട് ഈസ് നോൺ ആസ് അനീലിംഗ്. ഇത് ഈ അനീലിംഗ് നടക്കുന്നത് വീണ്ടും 55 ടു 60 ഡിഗ്രി സെൽഷ്യസിലാണ്. ഇപ്പൊ ഡീനേച്ചറേഷൻ നടന്നത് 94 ഡിഗ്രി സെൽഷ്യസിൽ, അനീലിംഗ് നടക്കുന്നത് 55 ടു 60 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ താഴ്ത്തി. ഇനി അടുത്ത പ്രോസസ്സ്, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ PCR, ദാറ്റ് ഈസ് കോൾഡ് എക്സ്റ്റൻഷൻ. അപ്പൊ അവിടെ 2 കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. അടുത്ത സ്റ്റെപ്പിൽ 2 കാര്യങ്ങൾ ആവശ്യമാണ്. എന്തൊക്കെയാണ്? ഒന്ന്, അത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ DNA പ്രൈമർ അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ DNA സിന്തസിസ് 5 പ്രൈം ടു 3 പ്രൈം ഓറിയന്റേഷൻ നടക്കും. ഹിയർ ഓൾസോ 5 പ്രൈം ടു 3 പ്രൈം ഓറിയന്റേഷനിൽ DNA സിന്തസിസ് നടക്കുന്നു. അതിന് എന്ത് ആവശ്യമുണ്ട്? റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് ആവശ്യമുണ്ട്. ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റ്സ്, അതായത് DATP അല്ലേ. then DCTP, then DGTP, പിന്നെ DTTP. ഇപ്പൊ 4 തരത്തിലുള്ള റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് പ്ലസ് ഇൻ പ്രസൻസ് ഓഫ്, ഇവിടെ 3ാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 3ാമത്തെ സ്റ്റെപ്പിന് പറയുന്ന പേരെന്താണ്? എക്സ്റ്റൻഷൻ എന്നാണ് പറഞ്ഞേ. വിളിച്ചേ, എക്സ്റ്റൻഷൻ. എക്സ്റ്റൻഷൻ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടു.
5 പ്രൈം ടു 3 പ്രൈം. ഇവിടെ വന്നിട്ട് പ്രൈമർ ജോയിൻ ചെയ്തു അല്ലേ? ഇങ്ങോട്ട് സിന്തസിസ് നടക്കാം. അതുപോലെ തന്നെ ഈ സ്ട്രാൻഡ് ഏതായിരുന്നു? 3 പ്രൈം ടു 5 പ്രൈം. 5 പ്രൈം ടു 3 പ്രൈം ആയിരുന്നു. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് 5 പ്രൈം ടു 3 പ്രൈം. അതായത് 3OH വന്നിട്ടാണ് പിന്നീട് ഈ ന്യൂക്ലിയോടൈഡ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, ഈ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേസ് ആവശ്യമുണ്ട്. അതിന്റെ കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ടാക് അല്ലെ, ടാക് പോളിമറൈസ് എൻസൈം ആവശ്യമാണ്. ഈ DNA സിന്തസിസ് നടക്കുന്നുണ്ടെങ്കിൽ DNA പോളിമറൈസ് എൻസൈം ആവശ്യമാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടാക് പോളിമറൈസ് എൻസൈം ആണ്. ഇത് നടക്കുന്ന ടെമ്പറേച്ചർ 72 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്ത് സംഭവിക്കും? പുതിയ ന്യൂക്ലിയോടൈഡ്സ് വന്ന് ആഡ് ചെയ്ത് DNA സിന്തസിസ് നടക്കും. And finally you will get, and here also you will get 5 prime to 3 prime. ശ്രദ്ധിച്ചേ, പേരന്റ് സ്ട്രാൻഡ് എങ്ങനെയായിരുന്നു അങ്ങനെയുള്ള രണ്ട് സ്ട്രാൻഡുകൾ നമുക്ക് ലഭ്യമാണ്. ഇതൊക്കെ നടക്കുന്ന ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നടക്കും. നമ്മൾ കമ്പോണൻസ് ഒക്കെ കൊടുത്ത് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നടക്കും. ഇത് മാത്രമല്ല, എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ, എന്തുകൊണ്ടാണ് നമ്മളിവിടെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ തെർമോസൈക്കിൾ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരെണ്ണത്തിൽ എത്രണ്ണം കിട്ടി? 2 കിട്ടി അല്ലേ? ഇനി അവിടെ നമ്മൾ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഈ ഒരു ടെക്നിക്കിന്റെ ഒരു റോയൽറ്റി എന്ന് പറയുന്ന അതാണ്. ശരിക്കും എന്ത് ചെയ്താൽ മതി, നമ്മൾ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. 94 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ കൂട്ടി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇത് രണ്ടും വീണ്ടും 2 സ്ട്രാൻഡ് ആകും, ഇത് രണ്ടും 2 സ്ട്രാൻഡ് ആകും. അപ്പൊ we will get 4 strands. വീണ്ടും 55 to 60 ഡിഗ്രി സെൽഷ്യസില് എന്തെടുക്കും? പ്രൈമർ ഇതിനകത്ത് കിടപ്പുണ്ട് അല്ലെ, നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അന്നേരം എന്ത് സംഭവിക്കും? യെസ്, അനീലിംഗ് നടക്കും. പിന്നെ ഓൾറെഡി എൻസൈം ഉണ്ട്, ഓൾറെഡി നമ്മൾ റൈബോസ് അല്ലെ ട്രൈന്യൂക്ലിയോടൈഡ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? DNA സിന്തസിസ് നടന്നോളും. അപ്പോൾ വീണ്ടും അടുത്ത സെക്കൻഡില് ഈ 4 എണ്ണത്തിൽ നിന്ന് എത്ര ഉണ്ടാവും ശരിക്കും? ഇവിടുന്ന് ഇതേപോലെ തന്നെ പ്രൈമർ ഇവിടെ അറ്റാച്ച് ചെയ്യരുത്. ഇവിടെ പ്രൈമർ അറ്റാച്ച് ചെയ്യും, ഇവിടെ പ്രൈമർ അറ്റാച്ച് ചെയ്യും, ഇവിടെ പ്രൈമർ അറ്റാച്ച് ചെയ്യും, ഇവിടെ പ്രൈമർ അറ്റാച്ച് ചെയ്യും. ദാറ്റ് മീൻസ് 2 സ്ട്രാൻഡിൽ നിന്ന് അടുത്ത സെക്കൻഡ് സൈക്കിൾ എത്രയാവും? 4. മൂന്നാമത്തെ സൈക്കിൾ എത്രയാവും? 8 എണ്ണം. 8 എണ്ണം. നാലാമത്തെ സൈക്കിൾ എത്രയാവും? 16. എങ്ങനെയാണ് ഇതിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്? ജോമെട്രിക്കൽ ഫാഷനിലാണ്, അരിത്തമെറ്റിക് ഫാഷനിലല്ല ഇവിടെ കോപ്പീസ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനൊരു ചെറിയ അസൈൻമെന്റ് തരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 20 സൈക്കിൾ കഴിയുമ്പോൾ എത്ര DNAs ഇവിടെ ഉണ്ടാകും? ഒരു 30 സൈക്കിൾ കഴിയുമ്പോൾ 30 സൈക്കിളിനുള്ളിൽ 30 സൈക്കിളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് copies of the parent DNA will be produced. അതുകൊണ്ടാണ് നമ്മളിതൊരു ഫാന്റാസ്റ്റിക് ടെക്നിക്കാണ്. വെറുതെ നോബൽ പ്രൈസ് ഒക്കെ 1993 കാര്യങ്ങളെ പിടിച്ച് കൊടുത്തത്. യെസ്, ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടെക്നിക്ക്. നമ്മൾ ഇതിന്റെ ചെറിയ വീഡിയോയും കൂടെ കാണും, എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അപ്പം ഇറ്റ് വിൽ ബി വെരി ക്ലിയർ ടു യു. അപ്പൊ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. എന്തൊക്കെയാണ്? യെസ്, PCR consists 3 steps. One is for the denaturation, second one is the annealing, and the third one is extension. It is a temperature regulated process. The first step, denaturation, happens in 94 degrees Celsius. Then the annealing, that is in 55 to 60 degrees Celsius. Then again the extension, that is happening in 72 degrees Celsius. And the components are well, that's very important. എന്താണ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്? ടാർഗറ്റ് DNA, പ്രൈമേഴ്സ്, then deoxyribose trinucleotides. Then what is the importance of Taq polymerase enzyme? It's a thermostable
DNA polymerase enzyme that is extracted from a thermophilic bacterium that is called Thermus aquaticus. ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെയാണ് രസമില്ലേ? ഓക്കെ, താങ്ക് യു.